അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ലിനക്സ് ആൻഡ് ഓപ്പൺ സോഴ്സ് ആണ്. ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വിൻഡോസ് ആൻഡ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് നിങ്ങൾക്ക് പഠിക്കാൻ ജസ്റ്റ് അങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ എന്താണ് ലിനക്സ്, അതിൻ്റെ ഫീച്ചേഴ്സ്, പിന്നെ അഡ്വാൻറ്റേജ്, കമ്പാരിസൺ വിത്ത് ലിനക്സ് ആൻഡ് വിൻഡോസ്, ഇത്രയും കാര്യങ്ങൾ പഠിക്കാം. പിന്നെ എന്ന് വെച്ചാൽ ഇതിൻ്റെ എൻവയോൺമെൻറ്റ് നമുക്ക് ലിനക്സിൻ്റെ വിൻഡോ വെച്ചിട്ട് തന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോ എടുത്തിട്ടിടാം. അപ്പോൾ നമുക്ക് വേർഡും എക്സലെല്ലാം ഇപ്പോൾ ആ രീതിയിൽ പഠിക്കേണ്ടി വരില്ലേ, അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ തൽക്കാലം ഈ തിയററ്റിക്കൽ ഇന്ന് ഞാൻ തിയറി പഠിപ്പിക്കാം. ഇതിൻ്റെ അല്ല, ജസ്റ്റ് എന്തെല്ലാമാണ്, വാട്ട് ഈസ് ലിനക്സ്, എന്താണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസ്, പിന്നെ അഡ്വാൻറ്റേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, ലിനക്സ്. വാട്ട് ഈസ് ലിനക്സ്? Linux is a free open source operating system. Linux is also a operating system. നമ്മൾ വിൻഡോസ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന പോലെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് എന്ത്? ലിനക്സ്. ലിനക്സ് ഈസ് എ ഫ്രീ ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? an operating system is the software that directly manages a system hardware and resources like CPU, memory and storage devices. an operating system എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടില്ല. ഇറ്റ് ഈസ് ആൻ ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ യൂസർ ആൻഡ് കമ്പ്യൂട്ടർ അല്ലേ. ഇപ്പോൾ എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്നതാണ് എന്നെല്ലാം പറഞ്ഞ് വിൻഡോസിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം വിൻഡോസ് പോലെയുള്ള വേറൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് എന്ത്? ലിനക്സ്. ഓക്കെ, അപ്പം ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം സിറ്റ്സ് ബിറ്റ്വീൻ അപ്ലിക്കേഷൻസ് ആൻഡ് ഹാർഡ്വെയർ ആൻഡ് മേക്സ് ദി കണക്ഷൻ ബിറ്റ്വീൻ ഓൾ ഓഫ് ദി യൂസർ സോഫ്റ്റ്വെയർ ആൻഡ് ഫിസിക്കൽ സോഴ്സ് ദാറ്റ് ഡു നോട്ട് വർക്ക്. അപ്പോൾ നമ്മൾ സാധാരണ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പറഞ്ഞ പോലെ തന്നെ ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താ ചെയ്യുന്നത്? സിറ്റ് ബിറ്റ്വീൻ അപ്ലിക്കേഷൻസ് ആൻഡ് ഹാർഡ്വെയർ ആൻഡ് മേക്സ് ദി കണക്ഷൻ ബിറ്റ്വീൻ ഓൾ ഓഫ് ദി യുവർ സോഫ്റ്റ്വെയർ ആൻഡ് ഫിസിക്കൽ റിസോഴ്സസ് ദാറ്റ് ടു ഡു ദി വർക്ക്. അതായത് നമ്മൾ ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ യൂസർ ആൻഡ് കമ്പ്യൂട്ടർ, അതിന് തന്നെയാണ് എന്ത് പറയുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ലിനക്സ് ഈസ് ആൻ ഓപ്പൺ സോഴ്സ് ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയും. ഓക്കെ, അപ്പം ദിസ് ഈസ് ഇൻക്ലൂഡ് GNU ടൂൾ എന്ന് പറയും. അതായത് ഡെവലപ്പ് ചെയ്ത എൻ്റർപ്രൈസിൻ്റെ പേരാണ്. ലിനക്സ് ഈസ് ഫ്രീ ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇറ്റ് ഈസ് റിലീസ്ഡ് അണ്ടർ GNU, അതായത് ജനറൽ പബ്ലിക് ലൈസൻസ് എന്ന് പറയും. അതായത് ഡെവലപ്പ് ചെയ്ത ഇതിൻ്റെ പേരാണ് കേട്ടോ, ജനറൽ പബ്ലിക് ലൈസൻസ് ലാണ് ഡെവലപ്പ് ചെയ്തതിന്. ദിസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻക്ലൂഡ് GNU ടൂൾസ്. ലിനക്സ് ഈസ് എ ഫ്രീ ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇറ്റ് ഈസ് റിലീസ്ഡ് അണ്ടർ, ഏതിൻ്റെ അണ്ടറിലാണ്? ജനറൽ പബ്ലിക് ലൈസൻസിൻ്റെ കീഴിലാണ് ഏത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്? ലിനക്സ്. എനിവൺ ക്യാൻ. ഇതും പിന്നെ വിൻഡോസും തമ്മിലുള്ള വ്യത്യാസം. വിൻഡോസ് നമുക്ക് ഡെവലപ്പ് ചെയ്തത് ആരാണ്? മൈക്രോസോഫ്റ്റാണ് ഡെവലപ്പ് ചെയ്തത് അല്ലേ. നമ്മളൊരു വിൻഡോസിൻ്റെ പ്രൊഡക്റ്റ് വാങ്ങുന്നതിനും കണക്കെ നമ്മൾ പൈസ കൊടുക്കണം അല്ലേ, അപ്ഡേറ്റ് ചെയ്യുന്നതിനും. സാധാരണ ഒരു വിൻഡോസ് ന്യൂ വേർഷൻ വിൻഡോസ് 10 ആകുമ്പോഴത്തേക്ക് നമ്മളത് ഫ്രീ ഓഫ് കോസ്റ്റിലൊന്നും ആവില്ല, വേർഷൻസ് മാത്രമല്ല, പിന്നെ ലൈസൻസ് ഇല്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരും അല്ലേ. പക്ഷേ ലിനക്സിന് അങ്ങനെ ഒരു പ്രശ്നവുമില്ല. ഇറ്റ് ഈസ് എ ഫ്രീ സോഫ്റ്റ്വെയർ എന്നാണ് പറയാം. ദാറ്റ് ഈസ് എന്നാൽ കാരണം എനിവൺ ക്യാൻ റൺ അല്ലേ. എനിവൺ ക്യാൻ റൺ, സ്റ്റഡി, മോഡിഫൈ ആൻഡ് റീഡിസ്ട്രിബ്യൂട്ട് ദി സോഴ്സ് കോഡ്. അതായത് നമുക്ക് ഈ ലിനക്സിൻ്റെ, എന്തുകൊണ്ട് ഇതിനെ ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അറിയാം. നമുക്ക് ലിനക്സിൻ്റെ കോഡ്സ് മോഡിഫൈ ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം. അതായത് ഇതിൻ്റെ സോഴ്സ് കോഡ് ഫ്രീ ആയിട്ട് കിട്ടും. നമുക്ക് വിൻഡോസിൻ്റെ സോഴ്സ് കോഡ് ഒരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല. എന്ത് ചെയ്യാം? ലിനക്സിൻ്റെ സോഴ്സ് കോഡ് നമുക്ക് എടുത്തിട്ട് മോഡിഫൈ ചെയ്യാനും എഡിറ്റ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനെല്ലാം പറ്റും. അതാണ് വിൻഡോസും ഇതും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ കമ്പാരിസൺ സെപ്പറേറ്റ് തന്നെ പറഞ്ഞുതരും. ഡിഫറൻസ് ബിറ്റ്വീൻ വിൻഡോസ് ആൻഡ് ലിനക്സ്. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു തന്നേ ഉള്ളൂ. എനിവൺ ക്യാൻ റൺ, സ്റ്റഡി, മോഡിഫൈ ആൻഡ് റീഡിസ്ട്രിബ്യൂട്ട് ദി സോഴ്സ് കോഡ്. അപ്പോൾ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, സ്റ്റഡി ചെയ്യാൻ പറ്റും, മോഡിഫൈ ചെയ്യാൻ പറ്റും ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് സോഴ്സ് കോഡ്. അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് അല്ലേ. ലിനക്സ് ഹാസ് ബിക്കം ദി ലാർജസ്റ്റ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. അപ്പോൾ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിൽ വരുന്ന ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ലിനക്സ് ഹാസ് ബിക്കം ലാർജസ്റ്റ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണെന്ന് പറയും. ലിനക്സ് ഹാസ് ബിക്കം
ഇപ്പോൾ എന്തായി ലാർജസ്റ്റ് ഓപ്പൺ സോഴ്സ്. എന്താ ഓപ്പൺ സോഴ്സ് എന്ന് പറയുന്നുണ്ട്, ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പോർട്ടൻ്റ് ആണ് മോഡിഫൈ. എനിവൺ ക്യാൻ റൺ, സ്റ്റഡി, മോഡിഫൈ ആൻഡ് റീഡിസ്ട്രിബ്യൂട്ട് ദി സോഴ്സ് കോഡ്. ഇതിൻ്റെ സോഴ്സ് കോഡ് നമുക്ക് മോഡിഫൈ ചെയ്യാനും റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനെല്ലാം ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിന് നമ്മൾ ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയാം. ഇപ്പോൾ ലിനക്സ്, വാട്ട് ഈസ് ലിനക്സ്, അങ്ങനെ ചിലപ്പോൾ കുറച്ച് നിങ്ങൾക്കൊരു 3 മാർക്കിനല്ലേ ചോദിക്കും, എങ്ങനെയാണ് ചോദിക്കുകയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വാട്ട് ഈസ് ലിനക്സ്, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണെന്ന് പറഞ്ഞു. ഡെവലപ്പ് ചെയ്ത ആളെ പേര് പറയാം. ലിനക്സ് ഈസ് ഡെവലപ്ഡ് ബൈ ലിനസ് ടൊർവാൾഡ്സ് എന്ന് പറയും. ഒരു ഫീനിക്സ് ഒരു പിന്നെ ഇതാണ് ഡെവലപ്ഡ് ബൈ ലിനസ് ടൊർവാൾഡ്സ് എന്ന് പറയും. ലിനസ് ടൊർവാൾഡ്സ് എന്ന് പറയുന്ന ആളാണ് എന്ത് കണ്ടുപിടിച്ചത്, ലിനക്സ് ഈസ് ഡെവലപ്ഡ് ബൈ. അപ്പോൾ വിൻഡോസ് കണ്ടുപിടിച്ച ആളാരാണ്, മൈക്രോസോഫ്റ്റ് അല്ലേ. മൈക്രോസോഫ്റ്റിൻ്റെ തലവൻ ആരാന്നറിയില്ലേ, ബിൽ ഗേറ്റ്സ്. നമ്മൾ നോട്ടിൽ എഴുതിയിട്ടേമോ അല്ലേ, മൈക്രോസോഫ്റ്റ്, ബിൽ ഗേറ്റ്സ്. അത് പിന്നെ എല്ലാവർക്കും അറിയുന്നില്ലേ. അപ്പോൾ ലിനക്സ് ഡെവലപ്പ് ചെയ്തത് ആരാണ്, ടൊർവാൾഡ്സ്. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഡെവലപ്പ് ചെയ്തത് ബിൽ ഗേറ്റ്സ് അല്ലേ. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ഇതിൻ്റെ എവിടെയെല്ലാം വരുന്നത്, ഫ്രം സ്മാർട്ട് ഫോൺസ് ടു കാർസ്. സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്യുന്നുണ്ട്, കാർസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സിൽ മൊത്തം ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വിൻഡോസ് എന്ന് പറയുന്നില്ല, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇതിലെല്ലാം യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ, റെഫ്രിജറേറ്ററിൽ. അതുപോലെ ഹോം ഡെസ്ക്ടോപ്പിൽ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ലിനക്സ് ഉപയോഗിക്കുന്നുണ്ട്. എൻ്റർപ്രൈസ് സെർവറായിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ലിനക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇൻ യുവർ ഫോൺ, റെഫ്രിജറേറ്റേഴ്സ്, ടെലിവിഷൻ, ഓൾ ഓഫ് ദി വേൾഡ് ടോപ്പ് 500 സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ദി വേൾഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെല്ലാം എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ലിനക്സ്. ഓക്കെ, അപ്പോൾ ലിനക്സ് ഈസ് ഡെവലപ്ഡ് ബൈ ലിനസ് ടൊർവാൾഡ്സ്. From smartphone to car, super computers and home appliances, home desktop, enterprise servers, Linux operating system is everywhere എന്ന് പറയും. Linux operating system is everywhere. That is in your phone, refrigerators, television. All of the world's top 500 to സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് വേൾഡ്സ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും എല്ലാം എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ലിനക്സ്. അപ്പോൾ ലിനക്സിനെ പറ്റി വാട്ട് ഈസ് ലിനക്സ് ഒരു ചോദിച്ചാൽ എഴുതാൻ പറ്റില്ലേ, എന്താണ് ലിനക്സ് ചോദിച്ചാൽ ഇത്രയെല്ലാം എഴുതാം. ഇറ്റ്സ് ആൻ ഓപ്പൺ സോഴ്സ് ആണ്, ഡെവലപ്പ് ചെയ്തത് ഇന്നാളാണ്. പിന്നെ GPL പബ്ലിക് ലൈസൻസ് ആണ് ഡെവലപ്പ് ഇത് റിലീസ് ചെയ്തത്, അങ്ങനെയെല്ലാം പറഞ്ഞ്. പിന്നെ ഈ ജസ്റ്റ് കാറിൽ യൂസ് ചെയ്യുന്ന, അങ്ങനെ റെഫ്രിജറേറ്ററിൽ യൂസ് ചെയ്യുന്ന, ഓൾ ഓഫ് ദി സൂപ്പർ കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്യുന്ന, ഇതൊക്കെ എഴുതുക ലിനക്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് advantages of Linux. What is the advantages of Linux? Linux is free and can be downloaded. നമുക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന പറയും. Linux is free and can be downloaded from the internet. There is no cost for registration, updates or anything. എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ലിനക്സ് ഈസ് ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. ആൻഡ് ക്യാൻ ബി ഡൗൺലോഡഡ് നെറ്റിൽ നിന്ന് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. ഫ്രം the internet. It can be downloaded from the internet. There is no cost for the registration, update or anything. There is no cost for registration, updates or anything. അതായത് അപ്ഡേറ്റ് ചെയ്യാനോ ഇതിനൊന്നും എന്ത് വേണ്ട, പൈസ കൊടുക്കണ്ട. ദാറ്റ് ഈസ് ദി മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് ലിനക്സ് ഈസ് ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയും. അപ്പോൾ നമുക്ക് നെറ്റിൽ നിന്ന് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ദർ ഈസ് നോ കോസ്റ്റ് ഫോർ ദി അപ്ഡേഷൻ ഓർ ഇൻസ്റ്റലേഷൻ. ഓക്കെ, അതാണ് രജിസ്ട്രേഷനോ അപ്ഡേഷനോ ഒന്നും എന്ത് വേണ്ട, കോസ്റ്റ് വേണം. ദാറ്റ് ഈസ് ദി ഫസ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് ലിനക്സ്. നെക്സ്റ്റ്, ലിനക്സ് ഈസ് ഫ്ലെക്സിബിൾ. അടുത്ത അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, ലിനക്സ് ഈസ് ഫ്ലെക്സിബിൾ. ദാറ്റ് ഈസ് ലിനക്സ് ക്യാൻ ബി ഇൻസ്റ്റാൾഡ് ഇൻ എനി ഹാർഡ്വെയർ. ഫ്ലെക്സിബിളാന്ന് പറയില്ലേ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ബി ഇൻസ്റ്റാൾഡ് എനി ഹാർഡ്വെയർ. ഏത് ഹാർഡ്വെയറിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ലിനക്സ് ക്യാൻ ബി
Linux is flexible, that is it can be installed any hardware. That is the another advantage. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലിനക്സ് ഈസ് ഡെവലപ്ഡ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ റൺ ഓൾ ദി ടൈം വിത്തൗട്ട് റീബൂട്ടിങ്. അതായത് റീബൂട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ലിനക്സ് ഈസ് ഡെവലപ്ഡ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? സോ ദാറ്റ് ഇറ്റ് ക്യാൻ റൺ ഓൾ ദി ടൈം വിത്തൗട്ട് റീബൂട്ടൊന്നും ചെയ്യേണ്ട, എല്ലാ ടൈമിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഏത്? ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇറ്റ് ഈസ് വെരി സെക്യൂർ. മെയിൻ വേറൊരു കോസ്റ്റ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഇല്ല. പിന്നെ ഇറ്റ് ഈസ് വെരി സെക്യൂർ. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ്. ഇറ്റ് ഈസ് വെരി സെക്യൂർ അഗൈൻസ്റ്റ് ദി ഇൻ്റർനെറ്റ് ആൻഡ് അതർ വൈറസ് അറ്റാക്ക്. നമ്മൾ നെറ്റ് എടുക്കുമ്പോൾ വൈറസ് കയറാമല്ലോ, ചില സൈറ്റിലെല്ലാം വിസിറ്റ് ചെയ്യുമ്പോൾ വൈറസ് കയറാം. അപ്പം നമ്മളിപ്പം നെറ്റ് ലിനക്സ് എൻവയോൺമെൻറ്റിലാണ് ബ്രൗസർ എടുത്തിട്ട് നെറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? വൈറസ് അറ്റാക്ക് കുറയും. നമ്മൾ പറയില്ലേ, ലിനക്സ് ആണ് സോഫ്റ്റ്വെയർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വൈറസ് അറ്റാക്ക് കുറയും. മനസ്സിലായില്ലേ? വിൻഡോസിനെ കാണും അഡ്വാൻറ്റേജ് സെക്യൂർ ആണ് ഏത്? ലിനക്സ്. അതായത് വൈറസ് അറ്റാക്ക് തീരെ കുറവാണ് ഇതിൽ ലിനക്സ് എൻവയോൺമെൻറ്റിൽ. അപ്പോൾ നെറ്റ് എടുക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ സിസ്റ്റത്തിൽ ലിനക്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ലിനക്സ് നിന്ന് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്താൽ മതി. അപ്പോൾ കുറേയും കൂടി വൈറസ് അറ്റാക്ക് കുറവായിരിക്കും. ഇല്ലെങ്കിൽ നമുക്കൊരു ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ഉണ്ടാവണം. ഇല്ല, സിസ്റ്റത്തിൽ പെട്ടെന്ന് വൈറസ് അറ്റാക്ക് ചെയ്യുന്നില്ലേ? അപ്പോൾ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് കോസ്റ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നമുക്ക് എവിടെ എപ്പോൾ വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാം. ഏത് ഹാർഡ്വെയറിലും ഫ്ലെക്സിബിളാണ്, ഏത് ഹാർഡ്വെയറിലും ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തേത് പറഞ്ഞാൽ എന്നാൽ ഇറ്റ്സ് എ സെക്യൂർ അഗെയിൻസ്റ്റ് ദി ഇൻ്റർനെറ്റ് ആൻഡ് അതർ വൈറസ് അറ്റാക്ക്. ഇതിനെല്ലാം സെക്യൂരിറ്റി കൂടുതലാണ് ഇതിന് ലിനക്സ്. ദാറ്റ് ഈസ് ദി അനദർ. അപ്പോൾ ലിനക്സ് ചോദിച്ചാൽ നമുക്ക് അഡ്വാൻറ്റേജും ഇതിൻ്റെ ഡെവലപ്പ് ചെയ്ത ആളെ പേരും ഏകദേശം കുറച്ച് എഴുതാൻ പറ്റില്ല എല്ലാവർക്കും. ഒരു 5 മാർക്കിന് ചോദിച്ചാലും മൊത്തത്തിലൊരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇതൊക്കെ അറിയുന്ന കാര്യങ്ങൾ ഈ പോയിൻറ്റ്സ് എല്ലാം എഴുതി വെക്കുക. ഓക്കെ, കുറച്ച് ടഫായിരിക്കും ഇതിൻ്റെ ടേം. അതുകൊണ്ട് ഞാൻ പരമാവധി സിമ്പിളാക്കിയ നോട്ട്സ് നിങ്ങൾക്ക് എഴുതി തന്നേയുള്ളൂ. ഇത് ഒരുപാടുണ്ട് ഷെൽ കമാൻഡ്സൊക്കെ. നിങ്ങൾക്ക് അതൊന്നും ആവശ്യമില്ല. ലിനക്സ് എന്ന് പറയുമ്പോൾ നെറ്റ് സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് എന്തൊക്കെയോ വരിക അല്ലേ, ഷെൽ കമാൻഡ്സ് കുറേ. അപ്പോൾ അത്രയൊന്നും വേണ്ട. നിങ്ങൾക്ക് എന്താണ് ഒരു ഇൻട്രഡക്ഷൻ മാത്രം. ഇനി സ്ട്രക്ചർ ഓഫ് ലിനക്സ്. ഞാനിവിടെ ഒരു സ്ട്രക്ചർ വരച്ചിട്ട് കാണുന്നില്ലേ? അപ്പോൾ ഏറ്റവും ഉള്ളിലുള്ളത് ഹാർഡ്വെയർ അല്ലേ? ഹാർഡ്വെയർ ഉണ്ട്, കേണൽ. വേർഡ് എന്താണ്? ഹാർഡ്വെയർ, കേണൽ, ഷെല്ല്. ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ. ഏറ്റവും ഉള്ളിൽ ഹാർഡ്വെയർ, ഹാർഡ്വെയറിൻ്റെ മുകളിൽ കേണൽ, അതിൻ്റെ മുകളിൽ ഷെൽ കമാൻഡ്സ്. ബാക്കി ആപ്ലിക്കേഷൻ പ്രോഗ്രാംസിലും യൂട്ടിലിറ്റീൻ്റെ ഫയൽ സ്ട്രക്ചർ അല്ലാന്ന് ഇത് വരുന്നത്. നിങ്ങൾക്ക് ഫയൽ സ്ട്രക്ചർ അതായത് ഇതെല്ലാം ഷെൽ കമാൻഡ്സും സ്ട്രക്ചറും ആപ്ലിക്കേഷൻസ് എല്ലാം വരുന്നതാണ്. ആപ്ലിക്കേഷൻസ് നമ്മൾ വേർഡ്, എക്സൽ, പവർ പോയിൻ്റ് ഇതെല്ലാം എന്തിലും ചെയ്യാൻ പറ്റും. പെയിൻറ്റിന് പകരം അത് എന്താണ് ലിനക്സിലും സോഫ്റ്റ്വെയർ. അപ്പോൾ പെയിൻറ്റ് അങ്ങനെ എല്ലാം വേർഡ്, എക്സൽ അതിൽ ഓപ്പൺ. അതായത് വേർഡ് എന്ന് നടക്കില്ല. അതായത് ഓരോ ഡിസ്ട്രിബ്യൂഷനിലും വ്യത്യാസമാണ്. നമുക്ക് നമ്മൾ സാധാരണ വേർഡ് ചെയ്യുന്ന പോലെ എന്ത് ചെയ്യാൻ പറ്റും? ഇതിലും ലിനക്സിലും വേർഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വിൻഡോസിൽ അറിയുന്ന ടൂൾസ് അതേ അവർക്ക് തന്നെ എന്ത് ചെയ്യാനും പറ്റും? ലിനക്സിലും മൈക്രോസോഫ്റ്റ് അല്ല, ഓപ്പൺ സോഴ്സ് വേർഡ് ചെയ്യാൻ പറ്റും, ഓപ്പൺ സോഴ്സ് സ്പ്രെഡ്ഷീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം വിൻഡോസിൽ പഠിച്ചവർക്ക് ലിനക്സ് യൂസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇങ്ങനത്തെ വിൻഡോസ് ആപ്ലിക്കേഷൻസ്. ഓക്കെ, ഓപ്പൺ സോഴ്സ് അതായത് വേർഡ്. നമുക്കിപ്പോൾ വേർഡ് വിൻഡോസിൽ അറിയെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ലിനക്സിലും ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഓപ്പൺ ആക്കിയാൽ മെനുവൽ ഏകദേശം സെയിമാണ്. കുറച്ച് വ്യത്യാസം ഉണ്ടാവും, എന്തായാലും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഈ ആപ്ലിക്കേഷൻസ് എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇതിൻ്റെ ലിനക്സ് കമാൻഡ്സ് ആണ്, ഈ കമ്പൈലർ, അതിനുള്ള സ്ട്രക്ചേഴ്സാണ് ഏറ്റവും പുറത്തുള്ള ലെയറിൽ കാണുന്നത്. അപ്പോൾ സ്ട്രക്ചർ ജസ്റ്റ് ഇത് വരയ്ക്കുക. എന്താണ് ഒരു പോയിൻ്റ് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ദി ആർക്കിടെക്ചർ ഓഫ് എ ലിനക്സ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ഫോളോയിങ് ലെയേഴ്സ്. ഏതെല്ലാം ആർക്കിടെക്ചറിൽ ഏതെല്ലാം ലെയേഴ്സാണ് വരുന്നതെന്ന്. ഫസ്റ്റ് ഹാർഡ്വെയർ ലെയർ. ഹാർഡ്വെയർ ലെയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇൻറ്റേർണലി കാണുന്നതാണ് ഹാർഡ്വെയർ ലെയർ. കൺസിസ്റ്റ് ഓഫ് എ ഓൾ പെരിഫറൽ ഡിവൈസസ് ലൈക്ക് റാം, HD, ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, CPU എക്സെട്ര. അതെല്ലാം ഉണ്ടാവുന്നത് എവിടെയാണ്? ഈ ഹാർഡ്വെയർ ലെയർ എന്ന് പറയുന്ന ഈ ലെയറിനകത്താണ് എല്ലാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൾ പെരിഫറൽ ഡിവൈസസ്. റാം, പിന്നെ HDD എന്ന് പറഞ്ഞാൽ ഹാർഡ് ഡിസ്ക് ഡ്രൈവ്,
CPU എക്സെട്ര എല്ലാം ഈ ഹാർഡ്വെയർ ലെയർ എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഇവിടെയാണ് ഇതെല്ലാം ഉണ്ടാവുക. ഇന്നർ ലെയറിലാണ് ഹാർഡ്വെയർ ലെയർ എന്ന് പറയാം. നെക്സ്റ്റ് കേർണൽ. ഹാർഡ്വെയർ ലെയറിന് തൊട്ട് മുകളിൽ ലിനക്സിൽ കാണുന്ന ലെയറാണ് ഇത് കേർണൽ. ഇറ്റ് ഈസ് ദി കോർ കമ്പോണൻറ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയും. ഇറ്റ് ഈസ് ദി കോർ കമ്പോണൻറ്റ് ഓഫ് ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. Interact directly with the hardware, provides low level services to upper layer components. It is the core component of operating system. It interact directly with the hardware. ഹാർഡ്വെയർ ആയിട്ട് ഡയറക്റ്റ്ലി ഇൻറ്ററാക്ട് ചെയ്യുന്നത് ആരാണ്? കേർണലാണ്. ഇറ്റ് പ്രൊവൈഡ്സ് ലോ ലെവൽ സർവീസസ് ടു അപ്പർ ലെയർ കമ്പോണൻറ്റ്. ഈ ഏറ്റവും ലോയിലുള്ള സർവീസ്, താഴെയുള്ള സർവീസ് അതർ കമ്പോണൻസിനെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? കേർണൽ. നമ്മൾ ഈ CPU ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ എന്ന് പറയുന്ന പോലെ ലിനക്സിൻ്റെ കേർണലിനെ നമ്മൾ എന്ത് പറയും? ഹാർട്ട് ഓഫ് ദി ലിനക്സ് എന്ന് പറയും. അല്ല, CPU ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് പോലെയാണ് ലിനക്സിൽ ഹാർട്ട് ഓഫ് ദി ലിനക്സ് സിസ്റ്റം ഈസ് കോൾഡ് കേർണൽ. ചിലപ്പോൾ വൺ വേർഡ് ചോദിക്കാം. Heart of a Linux system is called kernel of the Linux. കേർണൽ ലിനക്സിൻ്റെ ഓപ്പൺ സോഴ്സിൻ്റെ കേർണൽ എന്ന് പറയുന്ന സംഭവമാണ് അതിൻ്റെ ഹേർട്ട്. ഓക്കെ. നെക്സ്റ്റ് ഷെൽ. അടുത്ത ലെയർ എന്ന് പറയുന്നത് ഏതാണ്? ഷെൽ. an interface to kernel hiding complexity of the kernel function. അതായത് an interface to kernel that is hiding complexity of kernel's functions from the user. The shell takes commands from the user and execute kernel's functions. അതായത് കേർണലും നമ്മളെ യൂസറും സിസ്റ്റവും തമ്മിൽ ഇൻ്റർഫേസിനെ എന്ത് ചെയ്യാം? ലഘൂകരിക്കും അല്ലേ? അതിൻ്റെ ഇതിനെ കുറക്കാൻ വേണ്ടി, കോംപ്ലക്സിറ്റി കുറക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഷെൽ കമാൻഡ്സ് എന്നാണ് പറയുക. നമ്മൾ ഷെൽ കമാൻഡ്സ് കുറേ, അതായത് ഇൻട്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറും നമ്മൾ യൂസ് ചെയ്യുന്നവരും കമ്പ്യൂട്ടറും തമ്മിൽ അതിനാണ് ഷെൽ കമാൻഡ്സ് എന്ന് പറയുക. ഷെൽ കമാൻഡ്സിൽ കുറേ, ഇപ്പം ഡോസ് കമാൻഡ്സ് ആണ് നമ്മൾ വിൻഡോസിൽ ഡോസ് കമാൻഡ്സ്, വിൻഡോസിലല്ല ഡോസ് കമാൻഡ്സ് ഡിസ്ക് ഓപ്പറേറ്റ് വിൻഡോസിൽ യൂസ് ചെയ്യുക കമാൻഡ്സ്. ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക, CDMD എന്നെല്ലാം പറഞ്ഞിട്ട് അതുപോലെ എന്താണ് ലിനക്സിലും കുറേ ഷെൽ കമാൻഡ്സ് ഉണ്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോൾഡർ ക്രിയേഷൻ, ഫയൽ ക്രിയേഷൻ എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ കമാൻഡ്സ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഷെൽ കമാൻഡ്സ് എന്ന് പറഞ്ഞാൽ യൂസർ ഇൻട്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ വിൻഡോസിൽ ഇപ്പോൾ മൗസ് ക്ലിക്കെല്ലാം ചെയ്യുന്നത് പോലെ ലിനക്സിലും ചെയ്യാം. കുറേ അഡീഷണൽ കമാൻഡ്സും എന്ത് ചെയ്യാൻ പറ്റും? ലിനക്സ് പൊതുവെ കമാൻഡ് ലൈനായിട്ടാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. അതായത് പ്രോഗ്രാമിംഗ് ലെവൽ CPP എല്ലാം അവർ കമാൻഡ്സ് വെച്ചിട്ട് അന്ന് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ. വിൻഡോസ് അല്ലാണ്ട് അവർ കമാൻഡ്സ് ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലിനക്സ് എൻവയോൺമെൻറ്റിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഇൻട്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തെന്ന് ഷെൽ കമാൻഡ്സ് യൂസ് ചെയ്യുന്നത്. ഇനി യൂട്ടിലിറ്റീസ്. എന്താണ് യൂട്ടിലിറ്റീസ്? യൂട്ടിലിറ്റി പ്രോഗ്രാംസ് ദാറ്റ് പ്രൊവൈഡ്സ് ദി യൂസർ മോസ്റ്റ് ഓഫ് ദി ഫങ്ഷണാലിറ്റീസ് ഓഫ് ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ യൂട്ടിലിറ്റി പ്രോഗ്രാംസാണ് ശരിക്കും ഏറ്റവും പുറത്തുള്ള ഇതില്ലേ ലെയർ എന്ന് പറയുന്നത് എന്താണ്? യൂട്ടിലിറ്റി പ്രോഗ്രാംസ്. യൂട്ടിലിറ്റി പ്രോഗ്രാംസ് ദാറ്റ് പ്രൊവൈഡ്സ് ദി യൂസർ ദാറ്റ് മോസ്റ്റ് ഓഫ് ദി ഫങ്ഷണാലിറ്റി ഓഫ് ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എല്ലാ ഫങ്ഷൻസും ആപ്ലിക്കേഷൻ പ്രോഗ്രാംസും അതായത് എല്ലാ പ്രോഗ്രാംസും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പുറത്തെ ലെയറിനെയാണ് നമ്മൾ യൂട്ടിലിറ്റി പ്രോഗ്രാംസ്. അതായത് വേർഡ്, എക്സൽ, ആപ്ലിക്കേഷൻ പ്രോഗ്രാംസും അതും ഇതും. വേർഡ്, എക്സൽ എന്നായിരിക്കും, അതിൽ ഓപ്പൺ സോഴ്സ് വേർഡ് അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് യൂട്ടിലിറ്റി പ്രോഗ്രാംസ് എന്ന് പറയുക. അപ്പോൾ സ്ട്രക്ചർ ഓഫ് OS ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നർ മോസ്റ്റ് ലെയർ ഹാർഡ്വെയർ ലെയർ, പിന്നെ കേർണൽ, പിന്നെ ഷെല്ല്, പിന്നെ ആപ്ലിക്കേഷൻ. യൂട്ടിലിറ്റി മൊത്തത്തിലാണ് നമ്മൾ യൂട്ടിലിറ്റി പ്രോഗ്രാംസ് എന്ന് പറയാം. അപ്പോൾ ഇതെല്ലാം ഡേറ്റ് ഡിസ്പ്ലേയും ഇത് കമാൻഡ് ഡിസ്പ്ലേയും അങ്ങനെ ജസ്റ്റ് കുറച്ച് ആപ്ലിക്കേഷൻസ് മാത്രം എഴുതി കമ്പൈലേഴ്സ് ഇതെല്ലാം ഈ യൂട്ടിലിറ്റി പ്രോഗ്രാംസിൽ ആപ്ലിക്കേഷൻസ് കുറേ അത് ആപ്ലിക്കേഷൻ 1, ആപ്ലിക്കേഷൻ 2 ഇത് യൂട്ടിലിറ്റി പ്രോഗ്രാംസ് ഏറ്റവും പുറത്തെ ലെയർ. നിങ്ങൾ ജസ്റ്റ് സ്ട്രക്ചർ ചോദിച്ചെങ്കിൽ മാത്രം ഹാർഡ്വെയർ എന്ന കേർണൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരയ്ക്കുക, ഓരോ വരി എഴുതിയാലും മതി.
ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ലാത്തതുകൊണ്ടാണ് ചിലപ്പോൾ ചോദിച്ചെങ്കിലോ സ്ട്രക്ചർ ഓഫ് ലിനക്സ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഇത് വരച്ചിട്ട് എഴുതുക. ഹാർഡ്വെയർ, കേർണൽ, ഷെല്ല്, യൂട്ടിലിറ്റി, പ്രോഗ്രാംസ്. ഇതാണ് സ്ട്രക്ചർ ഓഫ് ലിനക്സ് എന്ന് പറയുന്നത്. എന്തെല്ലാം? ഹാർഡ്വെയർ, കേർണൽ, ഷെല്ല്, യൂട്ടിലിറ്റി, പ്രോഗ്രാംസ്. ദാറ്റ് ഈസ് ദി സ്ട്രക്ചർ ഓഫ് ദി ലിനക്സ്. അടുത്തത് ഫീച്ചേഴ്സ് ഓഫ് ലിനക്സ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഫീച്ചേഴ്സ് ഓഫ് ലിനക്സ് ഇത് പറഞ്ഞതുപോലെ ഫീച്ചേഴ്സ് ഓഫ് ലിനക്സ്. പോർട്ടബിൾ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് പോർട്ടബിൾ. പോർട്ടബിലിറ്റി മീൻസ് software can works on different types of hardware in same way. Linux kernel and application programs support other installation on any kind of hardware platform. അതാണ് ഏത് ഹാർഡ്വെയർ, നേരത്തെ പറഞ്ഞില്ല, ഏത് ഹാർഡ്വെയർ പ്ലാറ്റ്ഫോം അഡ്വാൻറ്റേജിൽ നമ്മൾ പറഞ്ഞിനി, ഏത് ഹാർഡ്വെയർ പ്ലാറ്റ്ഫോമിൽ വേണമെങ്കിലും ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻ അപ്ലിക്കബിൾ ആണ്. അതാണ് പോർട്ടബിൾ. നെക്സ്റ്റ് ഓപ്പൺ സോഴ്സ്. അഡ്വാൻറ്റേജ് പറഞ്ഞു തന്നെ അല്ലേ. ഓപ്പൺ സോഴ്സ് ലിനക്സ് സോഴ്സ് കോഡ് ഈസ് ഫ്രീലി അവൈലബിൾ. ഓപ്പൺ സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ലിനക്സ് സോഴ്സ് ഈസ് ഫ്രീലി അവൈലബിൾ ആൻഡ് ഇറ്റ് ഈസ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ്. അതായത് കമ്മ്യൂണിറ്റി ബേസ്ഡ് ആണ്, മൊത്തം ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ്. മൾട്ടിപ്പിൾ ടീംസ് വർക്ക് ഇൻ എ കൊളാബറേഷൻ to enhance the capability of Linux operating system and it is continuously evolving. Means ലിനക്സ് സോഴ്സ് കോഡ് ഈസ് ഫ്രീലി അവൈലബിൾ, ഓപ്പൺ സോഴ്സ് എന്നാണ് പറയുക. ആൻഡ് ഇറ്റ് ഈസ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്. ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റാണ്. മൾട്ടിപ്പിൾ ടീംസ്, കുറേ ആൾക്കാർ ഇൻ ടീംസ് വർക്ക് ഇൻ കൊളാബറേഷൻ ടു എൻഹാൻസ് ദി കേപ്പബിലിറ്റി ഓഫ് ലിനക്സ് OS. അല്ലേ, കുറേ ആൾക്കാരുള്ള ഒരു എന്ത് ചെയ്യുന്നു, വർക്ക് ഇൻ കൊളാബറേഷൻ ടു എൻഹാൻസ് ദി കേപ്പബിലിറ്റി ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ യൂസേഴ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്.